വയനാട്ടിലേക്കുള്ള ചെറിയൊരു യാത്രയിലാണ് പിന്നെ പോകുന്നത്. ചാറ്റൽ മഴയുണ്ട്, കാർമേഘങ്ങളിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്, ഇരുണ്ട കാലാവസ്ഥയാണ്, നല്ല തണുപ്പുണ്ട്. വയനാട്ടിലെ തെക്കൻ ഭാഗത്ത് അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയോട് ചേർന്നിട്ടുള്ള ചെതലയം വെള്ളച്ചാട്ടം മീൻമുടിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടം മാത്രമായിരുന്നു. എന്നാൽ സാഹസിക നടത്തത്തിന് പറ്റിയ സ്ഥലമാണ് ആ പ്രദേശം. കൂടാതെ കുറേ പക്ഷി നിരീക്ഷകരുടെ ഒരു ഏരിയ ആയിട്ട് തന്നെ അത് കാണുന്നുണ്ട്. പിന്നെ മീൻമുടി വെള്ളച്ചാട്ടമുണ്ട് അവിടെ, അതും കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അതെന്ന് പറയുന്നത് ഊട്ടിയും വയനാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിൽ നിന്ന് മീൻമുടി വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കാം. ഏകദേശം 2 കിലോമീറ്റർ ദൂരം പോകണം. അവിടുന്ന് 300 മീറ്റർ മുകളിൽ നിന്ന് 3 ഘട്ടങ്ങളായിട്ടാണ് താഴേക്ക് പതിക്കുന്ന മീൻമുടി വയനാട്ടിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണത്. അതും കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ, മീൻമുടി വെള്ളച്ചാട്ടം. പിന്നെ നീലിമല, വയനാട്ടിലെ തെക്ക് കിഴക്കൻ ഭാഗത്താണ് നീലിമല ഉള്ളത്. കൽപ്പറ്റയിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്നും നീലിമലക്ക് പോകാം. അതിൻ്റെ നിരവധി ചാലുകളുള്ള നീലിമല കയറാൻ നിരവധി സാഹസിക നടത്തത്തിന് സാധ്യതകളും ഉണ്ട്. ഈ ട്രെക്കിങ്ങിനും ഒക്കെ പോകുന്ന ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് ഈ നീലിമല. നമ്മുടെ ചങ്ങായി ഇതൊക്കെ കിടന്നിട്ടെന്തോ കാണുന്നതാണ് ഫോണിൽ നിന്ന്. ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നല്ല ചാറ്റൽ മഴ കിട്ടുന്നുണ്ട്. മഴയുണ്ട്, എന്നാലും തിരക്കേടില്ല, കാണാം. ചെറിയൊരു പേടിയുണ്ട്, എവിടെന്നെങ്കിലും പുലിയങ്ങാൻ ചാടിയാലോ, കുറച്ച് ശ്രദ്ധിച്ചാണ് വണ്ടി ഓട്ടുന്നത്. വരേണ്ട കാഴ്ച തന്നെ, കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. വരണം, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണണം.